നമസ്കാരം. വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാനായി പോവുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം അതിൻ്റെ തൊട്ടടുത്ത റൂമിൽ ക്യാൻസറായി കിടക്കുന്ന ഒരു 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കാനിടയായി. ഏറെ തകർന്ന മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആ ഒരു കുടുംബത്തോട് സംസാരിച്ചപ്പോൾ ആ പിതാവ് എന്നോട് ചോദിക്കുകയുണ്ടായി, മാഡം, ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇതുവരെ സമ്പാദിച്ചതെല്ലാം വിവാഹശേഷം 14 വർഷത്തിന് ശേഷം ഉണ്ടായ ഈ കുഞ്ഞിനു വേണ്ടി ചികിത്സ അർത്ഥം ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഞാൻ പറയുകയാണ്, ഞാൻ ഡോക്ടറോട് ഇത് സംസാരിച്ചു. എൻ്റെ മനോനില തന്നെ തകരാറിലായ അവസ്ഥയാണ്. എൻ്റെ കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആയുസ് 6 മാസത്തിൽ താഴെയാണ്. രക്താർബുദം ബാധിച്ച ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി ബംഗാളിൽ നിന്ന് ഞാൻ CMCയിൽ വന്ന് അഡ്മിറ്റായിരിക്കുകയാണ്. അദ്ദേഹം തുടർന്നു, എനിക്കുള്ള സർവ്വസമ്പത്തും ഞാൻ എവിടെ വേണമെങ്കിലും തരാം, എൻ്റെ കുഞ്ഞിൻ്റെ ആയുസ് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എന്നോട് സംസാരിക്കാൻ വരുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ട്. നടക്കില്ല എന്നെനിക്കറിയാം. ജീവൻ്റെ വില മനസ്സിലാകാതെയാണല്ലോ ഇത്രയും നാളും ജീവിച്ചതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ജോലി തിരക്കിനിടയിൽ ഞാനും ഭാര്യയും ഈ കുഞ്ഞിൻ്റെ അടുക്കൽ വളരെ കുറച്ച് സമയം മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഈ വർഷം ഈ അസുഖം നിർണയിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ജോലിയിൽ ഒരു ദിവസം പോലും പോയിട്ടില്ല. കാരണം ആർക്കു വേണ്ടിയാണോ ഞങ്ങൾ ഇത്രയും നാളും ജീവിച്ചത്, ആ ആളുടെ ജീവിതം അനിശ്ചിതത്വത്തിലാകുമ്പോഴാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയാൻ വയ്യ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പോയോ എന്നുള്ളൊരു ചിന്തയുണ്ട്. എത്ര പണം മുടക്കിയാലും ഒരു ജീവന് പകരമാകില്ല എന്ന യാഥാർത്ഥ്യത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മാഡം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതൊന്നും അറിയാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് വർഷങ്ങളായി ഈ തരത്തിലുള്ള രോഗികളെയൊക്കെ കാണാറുണ്ടെങ്കിലും നെഞ്ചൊന്ന് പിടയുകയുണ്ടായി. അദ്ദേഹം വീണ്ടും തുടർന്നു, എനിക്ക് പറയാനുള്ളത് മറ്റു മാതാപിതാക്കളോടാണ്. ജോലി തിരക്കുകൾക്കിടയിൽ, പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ആരോടൊക്കെ ഒപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്നോ, ഇതെല്ലാം ചിലപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് നഷ്ടമായേക്കാം എന്ന ചിന്തയാണ് ഇപ്പോൾ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാനും പ്രചോദകമായി വന്ന ഒരു കാര്യമാണ് ആ പിതാവ് സംസാരിച്ചത്. മടക്കയാത്രയിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളെന്തെല്ലാം തിരക്കുകൾക്കിടയിൽപ്പെട്ട് ആർക്കെല്ലാം വേണ്ടി സമയം ചെലവഴിക്കാതെയുണ്ടോ. ഈ ഒരു അവസ്ഥ എന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അദ്ദേഹം പറഞ്ഞതിനെ ഒന്നുകൂടെ പറഞ്ഞ്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. അതുകൊണ്ട് കണ്ണുള്ളപ്പോൾ നാം കാണണം, സമയം ചെലവഴിക്കണം. ജീവിതം അനിശ്ചിതത്വത്തിലാകുന്നത് വരെ കാത്തിരിക്കാൻ ഇടയാകാതെ ഇരിക്കാനും ആ രീതിയിൽ നമ്മളുടെ ചിന്തകളെ ക്രമപ്പെടുത്താനും സഹായിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. നന്ദി.